സ്പോർട്സ് സോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവാൻ ആശാൻ്റെ ആദ്യത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ വിജയ ഫോർമുല തീർത്ത ഒരു കോംബോയായിരുന്നു അഡ്രിയാൻ ലൂണയും ഹോർഹെ പെരേര ഡയസും അൽവാരോ വാസ്കുസും. അതുകൊണ്ട് തന്നെ ISL ക്ലബ്ബുകൾ വിദേശ താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ കളിച്ച് പരിചയമുള്ള താരങ്ങൾക്ക് മുൻഗണന നൽകാറുണ്ട്. ഇത്തരത്തിലാണ് മുൻ FC ഗോവ താരമായിരുന്ന നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലൂണയെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മാർക്കസ് മർഗലാവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. FC ഗോവ ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ ചില നിർണായക നീക്കങ്ങൾക്ക് ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ അവസാന നിമിഷം അത് പരാജയപ്പെടുകയായിരുന്നുവെന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലാവോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഡ്രിയാൻ ലൂണയ്ക്കായി വളരെ മികച്ച ഓഫറുകൾ വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ലൂണ ഗോവയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൂടാതെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും മുംബൈ സിറ്റി താരവുമായിരുന്ന ഹോർഹെ പെരേര ഡയസിനെ സൈൻ ചെയ്യാനും ഗോവ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിജയ കൂട്ടുകൂട്ടായിരുന്നു ഡയസ് ലൂണ സഖ്യത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ ആയിരുന്നു ഗോവ ലക്ഷ്യം വെച്ചത്. എന്നാൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഡയസിനായുള്ള ഗോവയുടെ ഓഫർ അവസാന നിമിഷം ബാംഗ്ലൂർ FC മറികടക്കുകയായിരുന്നു. നിലവിൽ അർജന്റീന സ്ട്രൈക്കർ ബാംഗ്ലൂർ FCയുടെ താരമാണ്. 34-കാരനായ താരം ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയിരുന്നു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തീരുമാനിച്ച അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സുമായി 2027 വരെ കരാർ നീട്ടി.